welcome back to my YouTube channel. ഞാൻ സ്കിൻ കെയർ ബേസിക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ ക്ലെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാകാത്ത ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എന്താണ് നമ്മുടെ സ്കിൻ കെയർ ബേസിക്സിലെ രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബിംഗ് ആണ്, ഇല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, കാരണം 28 ദിവസം കൂടുമ്പോൾ നമ്മുടെ പുറമേ ഉള്ള ലെയർ, അതായത് ഓരോ സെല്ലുകളും ഡാമേജ് ആയിട്ട് അത് ഇപ്പൊ നമ്മളിപ്പോ ഹെയർ ഫോൾ വരുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ആയുസ് കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോവാറാണ് പതിവ്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഓരോ 28 ദിവസം കൂടുമ്പോഴും നമ്മളത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയണം. നമ്മുടെ ഡെഡ് സെൽസ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക തന്നെ ചെയ്യണം. അപ്പോഴേ പുതിയ സെൽസ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ബ്ലാക്ക് ഹെഡ്സ്, ബ്രേക്ക് ഔട്ട്സ്, പിമ്പിൾസ് അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ സ്ക്രബ് ചെയ്തെന്ന് പറയുമ്പോൾ ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല പല പ്രോഡക്റ്റിന്റെ സ്ക്രബുകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വീക്ക്ലി 3 times നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതിയാവും നമ്മുടെ സ്കിന്ന്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നുള്ള പോർഷനിലൊക്കെ 28 days കഴിയുമ്പോൾ ഡെഡ് സെൽസ് ഉണ്ടാകും. അപ്പോൾ ആ ഡെഡ് സെൽസിനെ നമ്മൾ കംപ്ലീറ്റ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കിൻ പോളിഷ്ഡ് ആകുകയും സ്മൂത്ത് ആകുകയും ചെയ്യും. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്ഫോളിയേഷൻ. എക്സ്ഫോളിയേഷൻ ഇല്ലെങ്കിൽ സ്ക്രബിങ് ചെയ്തിട്ടില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറെ ബ്രേക്ക് ഔട്ട്സ്, പിമ്പിൾസ് അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സ്ഫോളിയേഷൻ ഇല്ലെങ്കിൽ സ്ക്രബിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഫേസ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്, സ്ക്രബിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരുണ്ടാവും, അപ്പോൾ അവർക്ക് ഒത്തിരി സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡെയിലി സ്ക്രബിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഡെയിലി സ്ക്രബിങ് ചെയ്യുന്നത്. കാരണം ഡെയിലി സ്ക്രബിങ് ചെയ്യുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് നമ്മുടെ സ്കിന്നിൽ വരികയും ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരാഴ്ചയിൽ 3 ദിവസം മാത്രമേ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ 4 times. അതിൽ കൂടുതൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അതിൽ കൂടുതൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്ഫോളിയേഷൻ. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ക്ലെൻസിങ്, എക്സ്ഫോളിയേറ്റിംഗ്, പിന്നെ ടോണിങ്, മോയ്സ്ചറൈസിങ്, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ടൈമുള്ള അനുസരിച്ച് നമ്മൾ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി എല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ എക്സ്ഫോളിയേറ്റിംഗ് അഥവാ സ്ക്രബിംഗ് മാത്രം വീക്ക്ലി 2 പ്രാവശ്യം ഇല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യുന്നതായിരിക്കും അത്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സ്കിൻ കെയറിന്റെ മൂന്നാമത്തെ ടിപ്പായ ടോണിങ്ങിനെ പറ്റിയിട്ട്, അതായത് ടോണർ യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യകത, ഇല്ലെങ്കിൽ ടോണർ നമുക്ക് എന്തോരം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ടോണർ എന്തിന്റെ കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ, അത് തേർഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ആ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് കുറെ പ്രോബ്ലം, അതായത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന കുറെ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോസ് ആരും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒട്ടും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഓക്കെ, ബൈ.